അങ്ങനെ ഞങ്ങള് ആനക്കുളം ആനനെ കണ്ടിട്ടില്ല. പക്ഷെ വന്ന വഴിയിലൊക്കെ നല്ല ആനകൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി സ്പോട്ട് സൂപ്പർ സ്പോട്ടാണ്. പൊളി 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 വന്ന പാടുണ്ടല്ലോ. ഒന്ന് പോയി വാലുണ്ട്. ഇത് വേറെ മൂടാണ്. അമ്മായി ശരിയാണ്. ഈ സ്ഥലം എല്ലാവരും ആന വെള്ളം അത് നമ്മളെ രഥം. ചായപ്പൊടി എത്രയായിരുന്നു? വനശ്രീ 10 o'clock. കാട്ടുതേൻ അറിയില്ല. ഏലക്ക സ്റ്റേഷനറി ചെരുപ്പോൾ. ഇതൊരു മാച്ചിലൊരു സാധനം ഉണ്ട്. പിന്നെ എന്തിനും കൂടെ നെറ്റ്വർക്ക് ആ ഒരു ട്രൈ മുട്ടലെടുത്തോ. സംഭവം ഈ കടയിലെല്ലാം ഉണ്ട് കേട്ടോ. ആയിരിക്കണടാ ട്രെയില്. അതല്ലടോ അവിടെ ഒരു അട്ടിക്കിരിക്കണുണ്ടല്ലേ. മൂപ്പർക്ക് ഹെൽപ്പ് ആവില്ലേ? കടയൊക്കെ സൂപ്പറാണ്. പഴയ ടൈപ്പ് കട. കണ്ടില്ലേ? ബില്ല് കിട്ടിയോ? ആ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് 500 രൂപ ആയിട്ടുള്ളൂ. വീട്ടിൽ സാധനങ്ങൾ മേടിക്കാത്ത കാരണം തോന്നണം. ഇതിപ്പോ കൊണ്ടാവും. ഓട്ടോ വിളിക്കണല്ലോ. അപ്പം മിക്കതും ഞാൻ തന്നെ തോന്നുന്നത്. സാപ്പിടുന്ന ഏതാவது വേഷമല്ലേ അത് കയറ്റി വരുത്. മറ്റേ പാട്ടോടായിരുന്നു. പരിപാടി പൊളിഞ്ഞ അപ്പൊ ഗൈസ് ഇന്റർനെറ്റ് വർക്ക് ഇല്ല. നീ വൈഫൈ ഇല്ലാതെ എന്തിനാണ് റിസോർട്ട് തുടങ്ങിയിരിക്കുന്നത്? മൊത്തം വൈഫൈ ആണ്. അപ്പൊ പിന്നെ തെറ്റല്ല. അത് മൊത്തം നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. വൈഫൈ കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും. ഫ്രണ്ട് സൈഡ് അത്യാവശ്യം 2 റൂം, 2 ബെഡ്റൂം, 2 ബാത്റൂം, ഒരു ഹോള്, ഒരു കിച്ചൺ. അത് 2 BHK ആണ് അവിടെ റൂം ഇത് വരുന്നത്. ഇവിടെ ഒന്നും ടോട്ടലി നെറ്റ്വർക്ക് കണക്ഷൻസ് ഒന്നുമില്ല. ഏകദേശം 15 ആൾക്കാർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ടോയ്ലറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ. കൈമുട്ടുണ്ടായിരുന്നു. പരിപാടി ഇതാണ് ഇന്നത്തെ പരിപാടി. തുടങ്ങിയിട്ടുള്ളൂ. എന്താവും എന്തോ അറിയില്ല. നമുക്ക് കിട്ടിയ അടിപൊളി വ്യൂ ഉള്ള സ്പേസാ. സൂപ്പർ വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. നമ്മുടെ ലൊക്കേഷനിൽ മഴയൊക്കെ തോർന്നാലും നൈസ് ക്ലൈമറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അടിപൊളിയാണ്. മഴയൊക്കെ തോർന്ന കാരണം
നല്ല നന്നായിട്ട് കാണാണ്ട്. ആ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. സഞ്ജു ആയിരുന്നു ഇന്നത്തെ എഗ് ഓംപ്ലേറ്റ് ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. സഞ്ജു കമോൺ. എടാ അതൊക്കെ തിന്നിരുന്ന് തോന്നുന്നത്. ഇതെന്താ ചീസാണോ? മാങ്ങയാണല്ലേ? ഉണ്ണി പൊട്ടിക്കട്ടെ? ഉണ്ണി പൊട്ടിക്കല്ലേ? നല്ല ഉണ്ണിയോട് കൊടുത്ത് തിന്നണം. അപ്പോൾ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഉണ്ണിപ്പൊട്ടി അല്ല ഗോയ്സ്, അങ്ങനെ നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് വിട്ടിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. നമ്മളെ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റേ മാത്രമായിരുന്നു. നമ്മൾ വന്ന പുലർച്ചെ വന്ന കാരണം നമുക്ക് ഇവിടെ കുറച്ച് താമസിക്കാം. നമ്മൾ അടുത്തത് വേറെ സ്ഥലത്തേക്കാണ്, ടെൻറ്റ് ഹൗസിലേക്കാണ് പോണത്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. പറയ്. അപ്പൊ അതാണ് നമ്മുടെ പ്രൊപ്പറേറ്റർ റൂമിന് ചാവിയാ. ഇത് പ്രൊപ്പറേറ്റർ കം അടുത്ത പേര് അഷ്റഫ്. മലപ്പുറത്തേനെ വട്ടാമ്പിക്കാരെ. നിങ്ങൾ വരുന്നുണ്ടോ? ടാറ്റ. നാളെ നമുക്ക് പൊളിക്കാണ്ട് നാളെ കൂടി കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാം. അപ്പൊ നമ്മള് വെള്ളത്തിൽ കൂടെ ഒക്കെ പോണെന്നാ പറഞ്ഞത്. വെള്ളത്തിന് മുമ്പേ വെള്ളത്തിൽ കൂടെ വരുമോ? ഇത് മരുന്നുണ്ടോ? കുടിക്കണ്ടേ? പൊളെ പൊളെ പൊളെ. വിഷ്ണു നമ്മളെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. തുറക്കൂ. നമ്മളെ ടെന്റ് ഹൗസ് അപ്പുറത്താ. അത് നമ്മൾ വന്നത് ഈ വണ്ടിയിലാണ്. ചേട്ടാ ഹായ്, പേരെന്തായിരുന്നു? രതീഷ്. ഇവിടെ തന്നെ സ്ഥലം? പോകാൻ കാണാനില്ല. വണ്ടിയില വന്നേട്ടാ സൂര്യ. ആ കുഴപ്പമില്ല, ഞങ്ങൾ സ്വന്താക്കി. ഇതാണ് നമ്മുടെ ടെന്റ് ഹൗസ്. ഫുള്ള് കോക്കോ മരങ്ങളാണ് ഇവിടെ. ഫുള്ള് കോക്കോ മരങ്ങൾ. നല്ല
ഇതിനുള്ളിലാണ് നമ്മളെ ടെന്റ് വരുന്നത് കേട്ടാ. വൈബാ. ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോ കുളിക്കാൻ പോവാണ്. നമ്മള് കൃഷ്ണട്ടാ അങ്ങനെ കേറിണ്ടോന്ന് സംശയം. ഇങ്ങോട്ടാ അങ്ങനെ കാൽപ്പാട് അവിടെ അത് ശരിയാണല്ലോ. ഇതാ ഇതൊക്കെ ആനയുടെ കാൽപ്പാടാട്ടോ. ആ മുമ്പ് കയറിലാണ്, ഇപ്പൊ കയറില്ല. ഇതാടോ അതോ വഴിക്ക പാടൊക്കെ. ആനയൊക്കെ സംഭവം ആനയൊക്കെ ഇറങ്ങണ സ്ഥലമാണ്. കാടാണ്, പക്കാ കാട്. നോക്കി ഇറങ്ങില്ലേ ഒഴിക്ക് വീഴും. അതാണ് അവസ്ഥ. മഡ് ഹൗസാ? നൈസാണ് കേട്ടോ ഇവിടുത്തെ ടോട്ടലി എല്ലാ യാത്രയും. നമ്മള് കുളിക്കാൻ വേണ്ടി വന്നാ പുഴ. അവിടെ ആനയുടെ കാൽച്ചോടുണ്ടോ? അയ്യോ രാത്രി ആനിറങ്ങോ? ഇല്ലല്ലേ, പേടില്ല. വൈബ് സ്ഥല. വേറൊരു എന്താ പറയാ, കാടിനുള്ളില് കുളിക്കാൻ വന്നിരിക്കുക. ഈ ഈറ്റൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ആന വരുന്നത്. കുറച്ച് അഡ്വഞ്ചറാണ്, നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു സ്പോട്ട് ഉണ്ടെന്നുള്ളത്. നമ്മുടെ ടെന്റ് ഹൗസ് നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? അവിടെയാണ് ഞാനപ്പോൾ ഇറങ്ങിയ സ്പോട്ടിലാണ് ആൾക്കാർ നിൽക്കുന്നത്. പിന്നെ അവിടുന്ന് മുകളിൽ നിന്ന് കാണിച്ചു തന്ന വെള്ളച്ചാട്ടമാണ് കാണുന്നത്, വാട്ടർഫാൾസ്. ആ പ്ലേസിൽ നല്ല കോടിറങ്ങിയിരിക്കുന്നു കേട്ടോ. നോക്ക് നോക്ക്. എന്നൊരു ചെറിയ സെലിബ്രേഷൻ ഉണ്ട്, അതിന്റെ പരിപാടിയിലാണ്. ഇത് നമ്മുടെ സഞ്ജുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ പരിപാടിക്ക് ചെറിയ കേക്ക് കട്ടിങ്ങാണ്, സർപ്രൈസ്. 11:58, 12 മണിക്ക് 2 മിനിറ്റുള്ളൂ. നമ്മൾ പോവുകയാണ് ചെക്കൻ്റെ ബർത്ത്ഡേക്ക്. കേക്ക് മുറിക്കാനുള്ള പരിപാടികളാണ്. ഹാപ്പി ബർത്ത്ഡേ മാൻ. ഫോണും പിടിച്ചിട്ടിരിക്കുക. പള്ളിയിൽ പണി പണി കേക്ക് അങ്ങനെ കൂടിന്റെ അപ്പോ സഞ്ജുന്റെ ബർത്ത്ഡേ നമ്മൾ കേൾക്കാൻ ഹാപ്പി ഒന്ന് പേശിയാ